ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ബസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കടലിൽ ചെല്ലുമ്പോൾ അവിടെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. ബസ്സിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈപ്പോത്തിക്കേറ്റഡ് ടു ഏതെങ്കിലും ബാങ്കിൻ്റെ പേരുണ്ടാവും. ചില കടകളിൽ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും സ്റ്റോക്ക് ഹൈപ്പോത്തിക്കേറ്റഡ് ടു ഇന്ന ബാങ്കിന്. എന്താണ് ഹൈപ്പോത്തിക്കേഷൻ? ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബസ്സോ ലോറിയോ അല്ലെങ്കിൽ കടയിലെ സ്റ്റോക്കോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ബസ് നിങ്ങളുടെ കയ്യിലായിരിക്കും. അതേസമയം അതിൻ്റെ അവകാശം അല്ലെങ്കിൽ അതിലൊരു റൈറ്റ് ഈ നിങ്ങൾക്ക് ലോൺ തരുന്ന ഈ ബാങ്കിനായിരിക്കും. ഇതാണ് ഹൈപ്പോത്തിക്കേഷൻ. ലോൺ തീരുന്ന മുറയ്ക്ക് ഹൈപ്പോത്തിക്കേഷൻ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് നിങ്ങളുടെ കയ്യിലായിരിക്കും, അതിൻ്റെ അവകാശം ലോൺ തീരുന്നത് വരെ നിങ്ങൾക്ക് ലോൺ തന്നിരിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ബാങ്കിന് ആയിരിക്കും. അതേസമയം പ്ലഡ്ജ് എന്ന് പറയുന്നു, നിങ്ങൾ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നു ബാങ്കിൽ. ഈ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗോൾഡ് ബാങ്കിൻ്റെ കയ്യിൽ, അതായത് അസറ്റ് ബാങ്കിൻ്റെ കയ്യിൽ അതിൻ്റെ അവകാശം ലോൺ തീരുന്നത് വരെ അവരുടെ കയ്യിലും, ലോൺ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഹൈപ്പോത്തിക്കേഷനിൽ അസറ്റ് നിങ്ങളുടെ കയ്യിൽ, പ്ലഡ്ജിൽ അസറ്റ് ബാങ്കിൻ്റെ കയ്യിൽ. രണ്ടുപേർക്കും അതിൻ്റെ അവകാശം ഉണ്ടെങ്കിലും ലോൺ തീരുന്നത് മുറയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അവകാശം ലഭിക്കുന്നുള്ളൂ. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.